പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നൈന മുടി ചീകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നൈനയോട് താങ്ക്സ് പറയുകയാണ് കേട്ടോ. അപ്പോൾ നൈന പെട്ടെന്ന് തന്നെ സന്തോഷത്തിൽ അങ്ങ് ഞെട്ടി തിരിയുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അല്ല ആദർശ് എന്താന്ന് പറയേണ്ടതെന്ന് അറിയില്ല, എന്തിനു വേണ്ടിയാണെന്നും അറിയില്ല. ആദർശേട്ടൻ്റെ അമ്മ ഇതുപോലെ ഒരിക്കൽ എന്നോട് താങ്ക്സ് പറഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും ആദർശേട്ടനും പറഞ്ഞപ്പോൾ ഞാൻ പരിസരം അങ്ങ് മറന്നുപോയി എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് ആദർശിനോട് നൈന താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്തിനാ ഇപ്പോൾ താങ്ക്സ് പറഞ്ഞതെന്ന് ചോദിക്കും. അല്ല ആദർശേട്ടൻ എന്നോട് താങ്ക്സ് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചും പറഞ്ഞതാണെന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ എന്തിനാ എന്നോട് താങ്ക്സ് പറഞ്ഞതെന്ന്. അപ്പോൾ ആനിയിലൊരു കവി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, അപ്പോൾ അതിങ്ങനെ ലോകം മുഴുവൻ അറിയിച്ചു കൊടുത്തില്ലേ, അതിനാണ് ഞാൻ താങ്ക്സ് പറഞ്ഞതെന്ന് പറയും. എന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, അനീനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ നൈന വരച്ചിട്ടുള്ള ഡിസൈൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് പറഞ്ഞില്ലേ, ക്ലയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സിമ്പിളായിട്ടും അതുപോലെ തന്നെ എന്നാൽ ആഠിത്യം തോന്നിക്കുന്ന ഒരു ഡിസൈൻ വേണമെന്ന്, ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശിന് അത് ഇഷ്ടപ്പെടുന്നില്ല, ഇത് അത്രയ്ക്ക് അങ്ങ് പോരാന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പവിത്രയാണെങ്കിൽ ഈ ടാസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്, പവിത്രയുടെ കൂടെ അബിയും കൂടെ കൂടിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ കമ്പനിയെ വിഴുങ്ങാൻ നടക്കുന്നവൻ്റെ വാക്കൊക്കെ വിശ്വസിക്കണം, അബിക്ക് ഡിസൈനിങ്ങിനെ കുറിച്ച് എന്തറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നൈന ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാണെങ്കിലോ ചിലപ്പോൾ ക്ലയൻസിൻ്റെ കൺസെപ്റ്റ് എന്ന്, അപ്പോൾ നീയാണോ അവരുടെ കൺസെപ്റ്റൊക്കെ എന്നെ പഠിപ്പിക്കുന്നത്, ഞാൻ കുറേ വർഷമായി ഇത് ആയിട്ട് കൂടിയിട്ട് എന്ന് പറയുമ്പോൾ നൈനയും പറയുന്നുണ്ട്, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ആർട്ട് വർക്കുമായിട്ട് അച്ഛൻ്റെ കൂടെ കൂടിയതാണ്. പിന്നീട് കല്യാണിയും അതുപോലെ തന്നെ നയനയും ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ റിസർച്ച് നടത്തിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിയുടെ കാര്യം വിടാനായിട്ട് പറയാണ്. അവളാണെങ്കിൽ എക്സ്ട്രാ ബ്രില്യൻ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ അവളുമായിട്ട് കമ്പയർ ചെയ്യണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശേട്ടൻ മാത്രമേ എന്നെ അംഗീകരിക്കാത്തുള്ളൂ, കിരണേട്ടനും കല്യാണിയും ഒക്കെ എൻ്റെ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അത്രയ്ക്ക് അങ്ങ് പോരാന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുൻപ് നീ എന്നെ ഒരുപാട് തവണ രക്ഷിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ ഇതങ്ങ് അത്രയ്ക്ക് പോരാന്ന് പറയുകയാണ്. അപ്പോൾ നീ നാളെ കമ്പനിയിലേക്ക് വരണം, അവർ വരച്ചിട്ടുള്ള ഡിസൈനും നീ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നൈന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ എൻ്റെ പരാജയം സമ്മതിച്ചു, നാളെ ഞാനും കമ്പനിയിലേക്ക് വരാം, എനിക്ക് എന്താ തെറ്റ് പറ്റിയെന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് നൈന സങ്കടത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ അവളെ കൊച്ചാക്കിയതല്ല, പക്ഷേ ഈ ഡിസൈൻ എന്തോ അത്രയ്ക്ക് അങ്ങ് പോരാന്ന് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് അബിയും പവിത്രയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ പവിത്രയ്ക്കാണെങ്കിൽ അത്യാവശ്യം ഡിസൈനിങ്ങൊക്കെ അറിയാമല്ലോ, അപ്പോൾ അബിക്കാണെങ്കിലും നന്നായിട്ട് വരയ്ക്കാനും അറിയാം, ഐഡിയാസൊക്കെ നന്നായിട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ക്ലയൻസിനെ ഇമ്പ്രസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇനി ക്ലയൻസ് പുതിയ ഡിസൈൻ വേണമെന്ന് പറയുമ്പോൾ ഒരിക്കലും നൈനയുടെ മുഖം ആദർശേട്ടൻ്റെ മനസ്സിലേക്ക് വരാൻ തന്നെ പാടില്ല, ഇതിലുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ക്ലയൻസിനെ ഇമ്പ്രസ് ചെയ്യിക്കണം എന്നൊക്കെ അങ്ങനെ പവിത്രേനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നൈനയാണ് ഇങ്ങനെ അബിനെ അവിടെ വെറും ഒരു ശമ്പളക്കാരനാക്കി മാറ്റിയത്, അപ്പോൾ അതിനുള്ളൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ളതിലൊക്കെ അബി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പവിത്രയാണെങ്കിലും നൈനയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നെ സഹായിക്കുന്ന മട്ടിൽ എല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാ ക്രെഡിറ്റും അവരെന്നെ തട്ടിയെടുത്തു, സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് തന്നെ അവർ അത് പറയിപ്പിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമുക്ക് ഇവിടെ ജയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പവിത്രേനോടാണെങ്കിലും. അപ്പോൾ ആ സമയത്ത് ആദർശും നൈനയും കൂടെ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നൈനയോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ക്ലയൻസ് വന്ന് അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് പോകുന്നത് വരെ എനിക്കെന്തോ ഒരു ടെൻഷനാണ്, പലതവണ നീ എന്നെ രക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തവണത്തെ ആ ഡിസൈൻ അത്രയ്ക്ക് അങ്ങ് പോരാന്നൊക്കെ പറയുകയാണ്. പിന്നീട് അബിയുടെ പവിത്രയുടെ അടുത്തേക്ക് വന്നിട്ട് ഡിസൈനൊക്കെ റെഡി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞിട്ട് ആദർശിന് ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദർശിന് നന്നായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പവിത്ര സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെ അബി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പവിത്രയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ വരയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഐഡിയാസ് എല്ലാം സാറിൻ്റെയാണെന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് ആദർശിനാണെങ്കിലും. എന്നിട്ട് അതിനെ വരച്ചിട്ടുള്ള ഡിസൈൻ അവരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അബി അത് വാങ്ങിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഏട്ടനെ ഇഷ്ടപ്പെട്ടോന്ന്, എനിക്ക് അത്രയ്ക്ക് ഇതായിട്ട് അങ്ങ് തോന്നിയില്ല എന്ന് ആദർശ് പറയുകയും ചെയ്യുന്നുണ്ട്. നൈനയുടെ ഡിസൈൻ കണ്ടിട്ട് ഇത് വെറും ലോക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് അബി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അതൊക്കെ കേൾക്കുന്ന സമയത്ത് നൈനയ്ക്കാണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നൈന പറയുന്നുണ്ട്, എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ വിജയിക്കാനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പവിത്രയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു. മാഡം വരച്ചതിൽ ഇതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഡിസൈൻ എന്ന് പറയുമ്പോഴാണ് നൈന അത് പറയുന്നത്. അപ്പോൾ എന്തായാലും നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ ക്ലയൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവരെന്തെങ്കിലും കറക്ഷനൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ അതൊക്കെ തിരുത്തി കൊടുക്കണമെന്ന് അബീനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ അതിനാണോ ഏട്ടാ പാടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ട് അബിയും പവിത്രയും കൂടെ ഫയലൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നൈനയാണെങ്കിലും എന്തോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അതിനുശേഷം നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നന്ദുവിനോട് ഇങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു അതൊന്നും വിട്ട് പറയുന്നില്ല കേട്ടോ. എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ആ സമയത്ത് ഇപ്പോൾ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുകയാണ് നന്ദു ആണെങ്കിലും. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിലും അയാളോട് ഇങ്ങനെ 1,00,000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരണം, പലിശയ്ക്കാണെങ്കിലും മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അയാളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു 10,000 രൂപ ചോദിച്ചാൽ പോലും ആളുകൾ തരില്ല, ഈ ബൈക്കാണെങ്കിലും പണയത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ സംസാരം കേട്ടുകൊണ്ട് അനി വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ പ്രശ്നം, കുറച്ചൊക്കെ ഞാൻ കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി പിന്നീട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, തൻ്റെ അടികളായ പെൺകുട്ടികളുടെ ഒരു കുഴപ്പം ഇതാണ്, ലോകത്തുള്ള എല്ലാവരോടും ഇങ്ങനെ സഹായം ചോദിക്കും, അപ്പം ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ ഒന്നുമില്ല പറയാനായിട്ടെന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും അനിയൻ്റെ സഹായമൊന്നും ഇപ്പോൾ എനിക്ക് വേണ്ട, എൻ്റെ 2 ചേച്ചിമാരും അനിയുടെ ഏട്ടത്തിമാരാണ്, അപ്പോൾ അവിടെ നിന്ന് സഹായം എനിക്ക് പറ്റില്ല എന്നുള്ളതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും സഹായം ചെയ്യുകയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടോ എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിനാണെങ്കിൽ അനിയുടെ കയ്യിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും അനി അതങ്ങ് വിടുന്നുണ്ട്. പിന്നീട് നന്ദു അങ്ങനെ രാകേഷിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് ആദർശും അബിയും കൂടി സംസാരിക്കുകയാണ്. അബി ഇങ്ങനെ പറയുന്നുണ്ട്, ചിലരുണ്ട് ഒരുപാട് സമയമൊക്കെ എടുത്ത് ഡിസൈനൊക്കെ വരയ്ക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് നയനേനെ കൊച്ചാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ അവളെ അങ്ങനെ താഴ്ത്തി കെട്ടൊന്നും വേണ്ട, അവൾ പലതവണ എന്നെ രക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അന്ന് ഏട്ടൻ എന്നെ ഈ വർക്കൊന്നും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ, അങ്ങനെയായിരുന്നെങ്കിൽ ഏട്ടന് ആരുടെ മുന്നിലും ഇങ്ങനെ നിൽക്കേണ്ടി വരുമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ക്ലയൻസ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരോട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര വരച്ചിട്ടുള്ള ഡിസൈനാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ നോക്കിയിട്ട് അത് അവർക്ക് അങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, മുൻപ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സിമ്പിളായിരിക്കണം, എലഗൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇത് മുൻപ് വരച്ചതിനേക്കാളും സിമ്പിളാണോ എന്നൊക്കെ തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയത്ത് പവിത്രയും അബിയൊക്കെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കത് അത്രയ്ക്ക് ഞങ്ങൾ വിചാരിച്ച പോലെ ആയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഓർഡർ നഷ്ടപ്പെടുന്നതെന്ന് പറയുകയാണ്, അത് ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി 1-2 സ്ഥലത്തും കൂടെ ഞങ്ങൾക്ക് പോകാനുണ്ട്, അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട അവരുമായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് നയന പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുമോ സാറെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് നയനയോട് പറയുന്നുണ്ട്, ഞാനത് അത്രയ്ക്ക് അങ്ങ് പോരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ഇതാണ് കേട്ടോ നയനയോട് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും വരച്ചതല്ലേ ഒന്ന് കാണിക്കാനായിട്ട് അവർ പറയുകയാണ്. അപ്പോൾ നയന അത് കാണിച്ച് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് സാറെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർക്കത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഡിസൈൻ എന്നൊക്കെ പറയുകയാണ്. സിമ്പിളുമാണ്, അതുപോലെ തന്നെ എന്നാലൊരു ആഠ്യത്യം തോന്നിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് വെച്ചിട്ടാണോ ഞങ്ങൾ സാർ ആ ഡിസൈൻ കാണിച്ചതെന്നൊക്കെ ആദർശിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഈ മാഡം ഇങ്ങനെ കമ്പനിക്ക് ഒരു അസറ്റ് തന്നെയാണ്, ഈ മാഡത്തിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം, എന്നാൽ പിന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നയന വരച്ചിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് തന്നെ പവിത്രേനോട് ഇങ്ങനെ അഭി പറയുന്നുണ്ടായിരുന്നു, ഇനി നമ്മുടെ കാലക്കേടിനെങ്ങാനും അവർക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ട അതോടെ തീർന്നു എന്ന് പറയാണ്. പിന്നീട് അവർ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ പവിത്രയ്ക്കും അഭിക്കും അതൊന്നും ഇഷ്ടാവുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുക ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നയന വരച്ചിട്ടുള്ള ഡിസൈൻ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവർ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ആദർശനാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അഭിയാണെങ്കിൽ പവിത്രേനോട് ചൂടാവുകയാണ് കേട്ടോ. പവിത്ര കുറച്ചുകൂടെ നന്നായിട്ട് വരച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതായിരുന്നേനെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെയല്ലേ ഞാൻ വരച്ചു തന്നതെന്നൊക്കെ പവിത്രയും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, വീട്ടിലായാലും ഓഫീസിലായാലും എല്ലായിടത്തും എന്നെ തോൽപ്പിക്കുകയാണല്ലോ നയന എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനൊക്കെ നല്ലൊരു തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ പറയാണ്. പിന്നീട് ഇങ്ങനെ അവർ ആദർശവും നയനയും തമ്മിൽ അത്രയ്ക്ക് അടുപ്പത്തിലൊന്നും അല്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പവിത്ര ചോദിക്കുന്നുണ്ടായിരുന്നു. അടുപ്പത്തിലായാലും അല്ലെങ്കിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആദർശേട്ടൻ്റെ മനസ്സിലേക്ക് ഇടം പിടിക്കുന്ന രീതിയിലല്ലേ അവർ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നെ ഈ കമ്പനിയിൽ ഒരു ഇങ്ങനെ ശമ്പളക്കാരനാക്കിയത് പോലും അവളാണ്, അതിനുള്ള ഒരു തിരിച്ചടിയൊക്കെ എന്നായാലും ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് പവിത്രയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇത് പോയെങ്കിൽ നമുക്ക് ഇനിയും അവസരം കിട്ടും അങ്ങനെ തിരിച്ചടിക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനാണെങ്കിൽ ഇങ്ങനെ വീടും സ്ഥലമൊക്കെ അളക്കാനായിട്ട് ആളെയും കൂട്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ കനക ഇങ്ങനെ അവരെ കാണുമ്പോൾ എന്താ ഇതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത് ഗോവിന്ദേട്ടനോട് ചോദിച്ചാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ നിർത്തി വെക്കാനായിട്ടൊക്കെ പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്,
അപ്പോൾ അങ്ങനെ പലിശക്കാരൻ്റെ ആ പലിശയും പണമൊന്നും തിരിച്ചു കൊടുക്കാനില്ലല്ലോ, അപ്പോൾ നമുക്ക് 3 പേർക്കും താമസിക്കാൻ ചെറിയൊരു വീട് പോരെ, ഇതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നന്ദു അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട് വിൽക്കാൻ പോവാന്ന് പറയുമ്പോൾ നന്ദുവിന് ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് കനകയാണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടല്ലേ, നമ്മുടെ മക്കൾ വളർന്ന വീടല്ലേ, ഇങ്ങനെ പെട്ടെന്ന് അത് കൊടുക്കാൻ കഴിയാന്നൊക്കെ പറഞ്ഞ് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും അതൊക്കെ കണ്ട് ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്